പറ്റിയിട്ടുണ്ടോ? വനജേ, ഈ കടവിലാണോ സ്ഥിരം കുളി? ഞാൻ അറിഞ്ഞതേ ഇല്ല. വളരെ നന്നായി. ഇന്ന് ആരാ പെരുമാറിയത്? ആരും പെരുമാറിയതല്ല, ഒന്ന് ഒഴിഞ്ഞു മാറിയതാ. പക്ഷെ മറിഞ്ഞു. അയ്യോ, മുറിവോ ചതവോ? കാണുന്ന ഭാഗത്തൊന്നുമില്ല. എന്നാലും മേലാസകൽ ഒരു വേദന. ഒന്ന് എണ്ണയിട്ട് ചൂടുവെള്ളത്തിൽ ആവി പിടിച്ചാ തീരും. വീട്ടിൽ എണ്ണ ഇരിപ്പുണ്ടോ? അയ്യടാ, കടയിൽ പോയി വാങ്ങി വെച്ചു. അതെ, കടയിൽ പോയി വാങ്ങിക്കുന്നത് നല്ലത്. എന്തിനാ വെറുതെ നിന്റെയൊക്കെ എണ്ണ തേച്ച് അവിടെ ഇവിടെയൊക്കെ പൊള്ളി. ഇയാളല്ലേ നമ്മുടെ അരിച്ചെണ്ണ കള്ളക്കേസി കൊടുക്കിയത്? ഇയാൾക്കൊരു പണി കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്താ പണി? ബിസിനസ് നിന്നുപോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി കഷണ്ടിക്ക് മരുന്ന് വിറ്റാലോ എന്നൊരാലോചന. അപ്പൊ ഉള്ള മുടി മുടി പോകും. അയ്യോ, എന്നെ തളർത്തല്ലേ. Clean ball. Middle stump stuck over. The batsman is out. McGraw gives the vital breakthrough. എന്ത് പറ്റി വാസുട്ട? ദിലീപേട്ട, ആ ഹരി എത്ര നേരം അവിടെ കാത്തിരിക്കുന്നു? ഒരു മിനിറ്റ്, ഇതൊന്ന് ശരിയായിക്കോട്ടെ. എന്റെ കാവേരി, നീ ഇല്ലായിരുന്നെങ്കിൽ. ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അയ്യേ, നീയോ? ഞാൻ മുഖത്ത് തേക്കുന്ന കാവേരി ഫെയർനെസ് ക്രീമിന്റെ കാര്യമാ പറഞ്ഞത്. എന്റെ കാവേരി, നീ എന്തിയാ സഫാരി ഷൂട്ടിംഗ് എടുത്തേ? ഈ ഷർട്ട് ഇപ്പൊ മാറ്റിയല്ലേ ഉള്ളൂ. അത് കുളി കഴിഞ്ഞപ്പോഴല്ലേ? ഒരാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോ ഇത് പോരാ, നീ അത് എടുത്തേ. എന്ത് വേണം സാർ? എന്റെ ബില്ല്. ബില്ലോ? സാർ, ഈ വീട് പണിതതിന്റെ ഫൈനൽ ബില്ല് കൊടുത്തിരുന്നു. ഓ, മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. കോൺട്രാക്ടർ ഐ ആം ദിലീപ് കുമാർ എം ടെക്. മിസ്റ്റർ ഹരിഹരൻ പിള്ള. ഹരി ഇരിക്കണം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ നല്ല ബ്യൂട്ടി പാർലർ പണിതിട്ടുണ്ടോ? ബ്യൂട്ടി പാർലർ രണ്ട് ലേഡീസിന്റെ. നോ, ഐ മീൻ ജെന്റ്സ്. ജെന്റ്സ് അല്ല സാർ, ജെന്റ്സ്. ഓ, ഈ നശിച്ച നാടിന്റെ ശാപം ഇതാണ്. ഒരു ഫേഷ്യലോ മെസ്സേജ് ചെയ്യാൻ സൗകര്യമില്ലാത്തൊരു സ്ഥലം. സാർ, എന്റെ ബില്ല്. അത് നോക്കാം മിസ്റ്റർ ഹരി. അല്ല, നിങ്ങൾ ഏത് ഫേഷ്യൽ ക്രീമാണ് ഉപയോഗിക്കുന്നത്? ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉപയോഗിക്കാറ്. അതിന്റെ അറിയാണ്ട് കണ്ടില്ലേ, PWD റോഡ് പോലെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട്. സാർ, അത് ഞാൻ സൗകര്യം പോലെ ടാർ ചെയ്ത് ശരിയാക്കിക്കൊള്ളാം. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. എന്റെ ബില്ല് നോക്കിയാൽ തുക. എനിക്ക് ഹരിയോട് അല്പം സംസാരിക്കാനുണ്ട്. എന്താ സാർ? അതെ, ഹരി എങ്ങനെയാ ഈ കവിതയുമായിട്ട്? സാർ, ഏത് കവിത? എനിക്കൊരു ബന്ധമല്ല സാർ. നല്ല കവിത രചിക്കാൻ കഴിയുന്നവനെ നല്ല വീട് സൃഷ്ടിക്കാൻ കഴിയും. ഓ, ആ കവിത. സാർ, എന്റെ ബില്ലൊന്ന് പാസ്സാക്കി തന്നാ സാറിന് വേണ്ടി ഒരു മഹാകാവ്യം രചിച്ച് അത് വായിച്ച് കേൾപ്പിക്കാം. ഹരി പോയിട്ട് നാളെ വരൂ. പക്ഷെ ഇന്ന് തന്നെ ഒരു പ്ലംബറെ ഇങ്ങോട്ട് അയക്കണം. ഈ ഗാർഡൻ ഒക്കെ മനോഹരമാക്കണം. സാർ, എന്റെ കാര്യം മറക്കല്ലേ സാർ. നാളെ തന്നെ ഒരു പെയിന്ററെ കൂടെ അയക്കും. പെയിന്ററെ അല്ല, വീട് പണിയുന്ന മുഴുവൻ ആൾക്കാരെയും കൊണ്ടുവരാം. എന്റെ ബില്ലൊന്ന്. പൊന്നീച്ച പറഞ്ഞല്ലോടാ, ഇങ്ങനെയാണോ നീ ഉറങ്ങിക്കിടക്കുന്ന നിന്റെ സ്വന്തം ഭാര്യ? അതിന് വാസുവണ്ണൻ എന്റെ സ്വന്തം ഭാര്യ അല്ലല്ലോ. ഡ്യൂട്ടി സമയത്ത് ഉറങ്ങരുന്ന് അറിയില്ലേ? ഇവിടുത്തെ പണിയും പോവും. മനപ്പൂർവ്വം ഉറങ്ങിയതല്ലടോ, ഉറങ്ങി പോയതാ. ഈ പട്ടിക്കൂട് വാസുവണ്ണൻ പണിതാണോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി സമയത്തിരിക്കുന്ന സ്ഥലമാണ് അത്. അപ്പൊ ചൈനീസ് വടയുടെ പണി നിർത്തിക്കാ. ഒരു മാസം ആശുപത്രിയിലായതോടുകൂടി വടപ്പരിപാടി നിർത്തി. എന്തായാലും നിനക്കെങ്കിലും എന്നെ ഒന്ന് കാണാൻ തോന്നിയല്ലോ. ഞാൻ ഇരിക്കാൻ വന്നതല്ല, ഇവിടുത്തെ തോട്ടത്തിൽ അല്പം പ്ലംബിംഗ് പണിയുണ്ടെന്ന് അതുകൊണ്ട് വന്നതാ. നിക്കടാ അവിടെ.
മേലുല്ലാസം പറഞ്ഞിട്ട് പോ. ആ ക്ലിന്റൺ, അത് ബില്ലില്ലാത്ത ക്ലിന്റൺ, പാറാട്ടുകുളപ്പിയോ കൊച്ചിൻ 67. പോ. ദാ, ഇതിലേക്കുള്ള വാട്ടർ സപ്ലൈ ബ്ലോക്ക് ആയിരിക്കാം. ആദ്യം ആ ബ്ലോക്ക് ഒന്ന് മാറ്റണം. ഇത്രയല്ലേ കാര്യമുള്ളൂ സാർ, നോ പ്രോബ്ലം. എനിക്ക് പ്രോബ്ലം ഉണ്ട്. എന്താണ്? ഞാൻ ഷട്ടർ ഒന്ന് മാറ്റിട്ട് വരാം. അയ്യേ, ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് എടോ, സാർ. അതെന്താടോ? വാട്ടർ, അത് വേസ്റ്റ് ആവുന്ന കണ്ടില്ലേ? അതാണ് സാർ വേസ്റ്റ് വാട്ടർ. എടോ, അതൊന്ന് ശരിയാക്കി. ഞാൻ ഇത് എടോ, അത് ശരിയാക്കണം. ശരിയാക്കിട്ട് ഇത് ശരിയാക്കിയാ മതി. സാർ ഇത് മൊത്തം ഡാമേജ് ആണ് സാർ, ഇത് ശരിയാക്കാൻ. പറഞ്ഞോളൂ, പറഞ്ഞനുസരിച്ച് സാർ, ഞാൻ പറഞ്ഞില്ല ഡാമേജ് ആണെന്ന്. സോറി സാർ. എല്ലാം പാക്കറ്റിൽ. ഓക്കെ. സുന്ദര, എന്താടാ നിന്നെ സൈറ്റിലോട്ട് കാണുന്നില്ലല്ലോ? എന്തിനാ അങ്ങോട്ട് വന്നിട്ട്? അവിടെ പണി വേണ്ടേ? ആ, ഇപ്പൊ കുറച്ച് ടൈറ്റാ. ഉള്ളപ്പോ എല്ലാവർക്കും വേണ്ടതുപോലെ തന്നിട്ടില്ലേ? ആ, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വേലപ്പേട്ട. എത്ര കുടുംബത്തെയാണ് ഞാൻ നോക്കേണ്ടത്? ഷീബ, സിന്ധു, ശ്രീരേഖ, കുഞ്ഞിക്കാവ്, വളമണി ഫാമിലി വേറെ. ഇവരൊക്കെ നോക്കാൻ ഞാൻ ഒറ്റരാളല്ലേ ഉള്ളൂ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു പണി മാമംഗലത്ത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത വീട്ടില് വേറൊരു പണിയുണ്ട്. ശരിക്കും പറഞ്ഞ ആ പണി കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ പണിക്ക് പോണത്. അവസാനം നിനക്ക് പണി കിട്ടാതിരുന്നാ മതി. ഓട്ടോ, അയ്യോ 3:30 ഇരുന്നെങ്കിലേ അവൾ അലക്കേജ് പോകും. ഞാൻ പോട്ടെ. അതല്ലേ. ഞാൻ അപ്പറേ വരാം. എന്റെ സുഷമേ, നിന്നോടൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ ഞാൻ എന്തൊക്കെ പെടാമ്പാട് പെടണം? എന്നോടൊന്നും മിണ്ടണ്ട. ആ വടക്കേപ്പാട്ട് ലളിത കുളിച്ചു നിൽക്കുമ്പോൾ ഒളിഞ്ഞു നോക്കിയ ചേട്ടന് നാട്ടുകാരെടുത്തിട്ട് തല്ലിയില്ലേ? അയ്യേ, അത് നാട്ടുകാർ വെറുതെ പറഞ്ഞാണ്. ഞാൻ ലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കാൻ വേണ്ടി ലളിതയുടെ വീട്ടിൽ ചെന്നു. അപ്പൊ അവിടെ ആരുമില്ല. ഞാൻ ആ വാതിൽ നോക്കിയപ്പോ ലളിത ഇന്ന് കുളിക്കുന്നു. ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്ക് അപ്പം ബോധ്യമായി. പിന്നെ ലളിത കുളിച്ചിരുന്നവരെ ഞാൻ അവിടെ നിന്ന് മാപ്പ് ചോദിച്ചു. അത് തെറ്റാ? ഇക്കാലത്ത് മാപ്പ് തെറ്റാ? അതൊക്കെ പോട്ടെ. വലിയ പ്രേമാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് ഇതുവരെ ഒരു ചുരിദാർ വാങ്ങിച്ചു വന്നിട്ടുണ്ടോ? നിനക്ക് ചുരിദാറാ, ചുരിദേഴാ, ചുരിതെട്ടാ, ചുരിതി പത്താ, എത്ര വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരും. നിന്നെ എത്ര നാളുണ്ട് ഒരു സിനിമക്ക് വിളിക്കണത്? നമുക്കിന്ന് പോവാം. ശരി, പോവാം. ഏത് സിനിമയ്ക്കാ പോണ്ടേ? ഓ, സമ്മതിച്ചല്ലോ. നമുക്ക് CID മ്യൂസിക് പോവാ. ചാവാ. ഓ, അത് ഇന്നലെ മുതലാളിയുടെ കൂടെ ഇരുന്ന് CD-യിൽ കണ്ടു. ഓ, എന്നാ നമുക്ക് ലാലേട്ടന്റെ ബാലേട്ടന് പോയാലാ? അത് പാലയാരൻ രാമേട്ടന്റെ കൂടെ ഇരുന്ന് കണ്ടു. എന്നാ നമുക്ക് മമ്മൂട്ടിയുടെ പട്ടാളത്തിന് പോവാം. അയ്യോ, അതിന്റെ CD റിലീസിന്റെ അന്ന് തന്നെ കണ്ടു. ഓ, ഈ വ്യാജ സീഡിക്കാരെ പണ്ടാരടങ്ങി പോവുള്ളു. ഒരു പെണ്ണിനെ കൊണ്ട് തിയേറ്ററിൽ പോയി സിനിമക്ക് പോലും സമ്മതിക്കൂല, ദുഷ്ടമാരി. തിയേറ്ററിൽ വന്നില്ലെങ്കിലും വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നാളത്തെ മനോരമയുടെ ചർമ്മക്കോളത്തിൽ കയറി ഞാൻ ചിരിച്ചിരിക്കും, മരിച്ചിരിക്കും. സത്യം. എന്റെ പൊന്നു സുഷമേ, നീ വലിയ കരളെ. നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് CD കണ്ട് ജീവിക്കാം. അയ്യോ, മുതലാളി വന്നു. ഏതാണ്ടൊക്കെ ഈ മരത്തിന്റെ ഉള്ളിലേക്ക് പണിയുണ്ട്. എന്താ പേര്?